ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 17 സെക്കൻഡ്സ് റൂൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. ഈ 17 സെക്കൻഡ്സ് റൂള് എന്താണ്, ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട്, അതായത് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയില്ലേ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് പല ടെക്നിക്കുകളൊക്കെ ചെയ്യുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫുൾ എനർജിയാണ്. അപ്പൊ അതിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും എനർജി ഉണ്ടെന്ന് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലും എന്തുണ്ട്, എനർജി ഉണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഈ എനർജി എല്ലാം വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോ ഈ എനർജി എല്ലാം ഒരേ ഒരു ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഫുൾ ഫീലോട് കൂടി നമ്മൾ അതിലേക്ക് ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ഊർജമെല്ലാം അതിലേക്ക് തന്നെ കേന്ദ്രീകരിക്കും. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി അതങ്ങ് ഏറ്റെടുത്ത് കഴിയും. പിന്നെ അത് പ്രവർത്തിച്ചോളും. അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള എനർജിയുമായിട്ട് നമ്മുടെ ശരീരത്തിലെ എനർജി മാച്ച് ആകുമ്പോഴാണ് നമുക്ക് അതേ ഫ്രീക്വൻസിയിൽ എന്തൊക്കെയുണ്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ അതെല്ലാം അതിവേഗം നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. ഈ ഒരു കാര്യമാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷനിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിന്റെ കീ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, വിശ്വാസമാണ്. ഓക്കെ, അപ്പോ അതായത് ഈ വിശ്വാസം എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നും അല്ല. കഴിഞ്ഞ ദിവസവും എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് തരണു എന്ന് പറഞ്ഞ് ഞാൻ പ്രോമിസ് ചെയ്താൽ അത് ലഭിക്കുന്നിടം വരെ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവും. ഞാൻ അത് തരും, കാരണം ഞാനൊരു വാഗ്ദാനം തന്നു, ഞാൻ ഇന്ന ഒരു കാര്യം നിങ്ങൾക്ക് തരണു, പ്രോമിസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതൊരു വിശ്വാസമായി മാറും. ഈ ഒരു വിശ്വാസമാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിൽ ഏത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും വേണ്ടത് കേട്ടോ. അപ്പൊ എന്താണ് 17 സെക്കൻഡ്സ് റൂൾ? എബ്രഹാം ഹിക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു റൂള് കണ്ടുപിടിച്ചത്. അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ ഈ ഒരു 17 സെക്കൻഡ് തുടങ്ങി 68 സെക്കൻഡ് വരെ നിങ്ങളുടെ എന്താഗ്രഹമാണോ ആ ഒരു ആഗ്രഹത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ 17 സെക്കൻഡ് തുടങ്ങി 68 സെക്കൻഡ് വരെയുള്ള സമയം വേറെ ഒറ്റ കാര്യങ്ങളും, ആ ഒരൊറ്റ ആഗ്രഹം, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം, അതിന്റെ സന്തോഷം, ഇതല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ശ്രദ്ധ പോകാതെ അതിലേക്ക് മാത്രമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് മാനിഫെസ്റ്റ് ആകുന്ന ടെക്നിക്കിനെയാണ് 17 സെക്കൻഡ് റൂള് എന്നുള്ളത് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ലോ ഓഫ് അട്രാക്ഷനിലുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം ഗവേഷണം നടത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് ഈ ഒരു ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഞാൻ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ സാധാരണക്കാർക്ക് ഈ പറയുന്ന എനർജി, ഫ്രീക്വൻസി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോ നിങ്ങള് ഒരു സ്ഥലത്ത് ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്, ഫോണുമായിട്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്, പോവാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ ഒരാളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട്, അതായത് അദ്ദേഹം അവിടെ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തു, നമ്പർ ഡയൽ ചെയ്തു, കോള് പോകുന്നില്ല. കാരണം നോ സിഗ്നൽ എന്നാണ് കാണിച്ചിരിക്കുന്നത്, റേഞ്ച് ഇല്ല. അപ്പൊ കോള് പോകുന്നില്ല. നിങ്ങൾക്ക് ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എത്ര സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് അവരെ അറിയിക്കാനോ അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാനോ സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സ്ഥലം ഒന്ന് മൂവ് ചെയ്ത് നമുക്ക് ആ റേഞ്ച് വരുന്നിടം വരെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും, റേഞ്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. അവര് നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവരെ എത്തിക്കുകയും ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞതില് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിട്ട് കരുതുക. നമ്മളാണത്, നമ്മുടെ ശരീരമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെയാണ് നമുക്ക് അട്രാക്ട് ചെയ്യേണ്ടത്. വ്യക്തി മീൻസ് അത് എന്ത് ആഗ്രഹം ആയിക്കോട്ടെ, വീട്, വാഹനം, ജോലി, അതാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. അപ്പൊ നമുക്ക് അതിനെ നമ്മളിലേക്ക് ആകർഷിക്കണം, നമ്മുടെ അടുത്തേക്ക് എത്തിക്കണം. അതിനായിട്ട് നമ്മൾ കോൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് നോ സിഗ്നൽ എന്ന് കാണിച്ചു. അതാണ് നമ്മളുടെ ശരീരത്തിലെ ലോ ആയിട്ട് അല്ലെങ്കിൽ എനർജി ഇല്ലാത്ത അവസ്ഥ. സിഗ്നൽ ഇല്ല, തരംഗങ്ങളില്ല, ഊർജമില്ല. ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഊർജം എവിടെയില്ല, നമ്മുടെ ശരീരത്തിലില്ല. അതെപ്പോൾ നമുക്ക് ഉണ്ടാകുന്നോ അപ്പോഴാണ് നമുക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആഗ്രഹം എന്താണോ അതിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്ന കാര്യമാണ് 17 സെക്കൻഡ് ഒക്കെ ഒരേ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല എളുപ്പമുള്ള കാര്യമാണ്. കാരണം എനിക്കൊക്കെ ഒരു 2-3 മിനിറ്റ് സുഖമായിട്ട് ഒരു കാര്യത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കാൻ പറ്റും. അത് കൂടുതലൊക്കെ ആയി കഴിയുമ്പോഴാണ് വേറെ ചിന്തകളൊക്കെ വരുന്നേ. 17 സെക്കൻഡ് ഒക്കെ അല്ലേ ഉള്ളൂ, അത് ഈസി അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പറയുന്നത് ഒരു ദിവസം നമ്മുടെ ബ്രെയിനിലൂടെ 65,000-ലധികം ചിന്തകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാ പറയുന്നത്. ഇത്ര അധികം ചിന്തകൾ നമ്മുടെ ബ്രെയിനിലൂടെ മനസ്സിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കുറേ അധികം വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള ചിന്തകളെ നമ്മൾ അവിടെ അങ്ങനെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വെറും 5% മാത്രം ചിന്തകളാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം 95% എവിടെയുള്ളത്? സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ആണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ ഉപയോഗിക്കുക. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള രീതി ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഏറ്റവും ആദ്യം ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ നിന്ന് തുടങ്ങുക. ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ അതിന്റെ എനർജി ലെവല് വരിക. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ ഒരു 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ലഭിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സ് കിട്ടുന്നതിനായിട്ട്, ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, ബിരിയാണി ആണെങ്കിൽ അത്, അങ്ങനെയുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 17 സെക്കൻഡ് റൂള് ഉപയോഗിക്കാം. പതിയെ പതിയെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ജോലി, വിവാഹം, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് ചെയ്യേണ്ടതിന്റെ 1-2 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, കേൾക്കുമ്പോൾ തോന്നും അയ്യ എത്ര എളുപ്പമുള്ള ഒരു കാര്യത്തിന് ഇതിന് മാത്രമൊക്കെ ശ്രദ്ധിക്കണം, ഒരു 17 സെക്കൻഡ് ഒരേ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചാൽ പോരേന്ന്. അത് ഞാൻ ഇനി പറഞ്ഞു തരാം. കാരണം നമ്മൾ ഏറ്റവും ആദ്യം, ഇപ്പൊ ഉദാഹരണത്തിന് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നോക്കിക്കോളൂ, ഞാൻ കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ പറയാം. ഇപ്പൊ ഒരു വിവാഹം എന്ന് പറയണത്, ഇപ്പോ മകന്റെയോ മകളുടെയോ ഒരു വിവാഹം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന, കാരണം കഴിഞ്ഞ ദിവസം അങ്ങനെ കമന്റിൽ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ഗോൾ എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണ്, അത് ചൂസ് ചെയ്തു അല്ലെ. മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം, ഇതാണ് ആഗ്രഹം. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, ഇതിനെ നമ്മളൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഒരു അഫർമേഷൻ ആയിട്ട് നമ്മൾ അതിനെ മാറ്റുന്നു. ആ അഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് എന്റെ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം, അതായത് അനുയോജ്യമായ ഒരു ബന്ധം, വിവാഹ ബന്ധം അവർക്ക് ലഭിച്ചതിന് നന്ദി. അനുയോജ്യമായ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു വിവാഹം നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിനിണങ്ങിയ ഒരു വിവാഹബന്ധം തന്നെ കിട്ടണം. അപ്പൊ അങ്ങനെ അനുയോജ്യമായ ഒരു വിവാഹബന്ധം നടന്നതിന് നന്ദി. ഇനി ഇതിനെ 17 സെക്കൻഡ് തുടങ്ങി 68 സെക്കൻഡ് വരെ ഈ ഒരൊറ്റ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത സ്ക്രിപ്റ്റിംഗ് ഇല്ലേ, അത് കുറേ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരു 4-5 സെന്റൻസുകൾ നിങ്ങൾ ഒരു ബുക്കിലേക്ക് ഇതുമായിട്ട് സംബന്ധിച്ച് എഴുതുക. അതായത് മകന്റെയോ മകളുടെയോ വിവാഹമാണ് ടോപ്പിക് എങ്കിൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾ മകൻ അല്ലെങ്കിൽ മകൾക്ക് പെണ്ണ് കാണാൻ വരുന്നതോ, നിങ്ങൾ തിരിച്ച് ഇവിടെ അത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ബന്ധുക്കളെയൊക്കെ കൂട്ടി അവരുടെ അവിടെ പോകുന്നത്, എൻഗേജ്മെന്റിന്റെ ഡേറ്റ് കുറിക്കുന്നത്, അതിനായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, ആ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വിവാഹത്തിന്റെ സമയം എല്ലാ ബന്ധുക്കളെയും ക്ഷണിക്കുന്നത്, നിങ്ങൾ ഹാള് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നു, അതിനുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നു, കാറ്ററിംഗ് ഒക്കെ ഏൽപ്പിച്ചു, വിവാഹ ദിവസം വന്നെത്തി, എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വിവാഹ പന്തലിലേക്ക് പോകുന്നത്, ചടങ്ങുകള്, ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 5 സെന്റൻസിലേക്കായിട്ട് ചുരുക്കി എഴുതി കൺക്ലൂഡ് ചെയ്ത് വെക്കുക. അത്രയും ക്ലിയർ ആയോ? ഇനി ചെയ്യേണ്ട കാര്യം 17 സെക്കൻഡ് ആയതുകൊണ്ട് ഇതിന് ടൈം ഇല്ല കേട്ടോ. 24 മണിക്കൂറിൽ എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത്, എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നത്, അതായത് ഇത്രയും സമയം, ഒരു 68 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു 1 മിനിറ്റ് 8 സെക്കൻഡ് അല്ലേ ഉള്ളൂ. അപ്പൊ അത്രയും സമയമെങ്കിലും നിങ്ങളെ ആ ടൈമിൽ കോൾ ചെയ്യാനായിട്ട്, ഓക്കെ, അപ്പൊ മൊബൈൽ ഫോണിൽ കോള് വരാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സൈലന്റ് ആക്കി വെക്കണം. പിന്നെ ആ ടൈമിൽ നിങ്ങളെ ആരും വിളിക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അടുപ്പത്തൊക്കെ എന്തെങ്കിലും നമ്മൾ വെച്ചിട്ട്, കിച്ചണിൽ എന്തെങ്കിലും വെച്ചിട്ട് അതിനിടയിൽ വന്നിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അപ്പൊ മനസ്സ് പെട്ടെന്ന് ഏതെങ്കിലും ഒരു സെക്കൻഡ് മൊമെന്റിൽ ശ്രദ്ധയൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ ഇനി എന്ത് ചെയ്യണം? സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് വന്നിരുന്നിട്ട് നിങ്ങൾ ആ അഫർമേഷനും ആ എഴുതിയ 4-5 സെന്റൻസ് ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എഴുതിയ സ്ക്രിപ്റ്റിംഗ് ബുക്കില്ലേ, മതി, അതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ കണ്ണടച്ച്
ആ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്, ആ വിഷ്വലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ കാര്യം നടന്നു, ഇത് കിട്ടി, ഇത് കിട്ടുമ്പോഴുള്ള ഇതിന്റെ ഔട്ട്കം, ആ റിസൾട്ട് കിട്ടുമ്പോൾ എന്താ നിങ്ങളുടെ ഫീല്? സന്തോഷം. ആ സന്തോഷം മനസ്സിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ ആ കാര്യം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. ഇപ്പൊ ഒരു വിവാഹത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പെണ്ണ് കാണാൻ വരുന്നത്, വന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്നത്, അവര് തിരിച്ചു പോകുന്നത്, അവര് വരുന്ന വാഹനം, ആരെയൊക്കെ കൂട്ടി വരുന്നു, നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ് വ്യക്തികളെ, അറിഞ്ഞിട്ടൊന്നും അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്ന ബന്ധുക്കള് കാര്യങ്ങള് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഇന്ന ദിവസം അവരുടെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറയുന്നത്, അന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും കൂടെ പോകുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഇപ്പൊ നിങ്ങള് ഓക്കെ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഒക്കെ കുറിച്ചു, അപ്പൊ നമ്മളിനി അതിനുള്ള ഡ്രസ്സ് കുട്ടിക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ജസ്റ്റ് ഓർണമെന്റ്സോ കാര്യങ്ങളോ ഒക്കെ വാങ്ങിക്കാനായിട്ട് പോകുന്ന പറയുമ്പോൾ ചിലപ്പോൾ മനസ്സ് ഒറ്റ സെക്കൻഡിൽ ഓർണമെന്റ്സ് അല്ലെങ്കിൽ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇനി അത്രയും ചെലവാകൂല, പിന്നെ എന്താ ചെയ്യേണ്ടത്, പിന്നെ ലോണിന് കൊടുക്കണോ, പൈസയ്ക്ക് എന്താ ചെയ്യാ, അങ്ങനെ പോകരുത്. അതാണ് പറയണേ. ആ ഒരു കാര്യം എന്ന് പറയാൻ, ആ കാര്യത്തിലേക്ക് പോസിറ്റീവായിട്ട് മാത്രം, അതിനിടയിൽ ഒരു നെഗറ്റീവും വരാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധുക്കളോ അയൽവക്കക്കാരോ അവരുടെ സ്വഭാവം അതാ, ഇവര് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി അവരത് എന്തെങ്കിലും പറഞ്ഞ് മുടക്കാനായിട്ട് നിൽക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആ വിവാഹം എന്ന് പറയുന്നതിലേക്ക് പോകുമ്പോൾ മനസ്സ് ടേൺ ചെയ്താൽ അതിന് എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാ പറയണത് 17 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എളുപ്പാ, പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ 17 തുടങ്ങി 68 സെക്കൻഡ് വരെ ആ ഒരു ഒറ്റ കാര്യത്തിൽ മനസ്സിനെ, ചിന്തകളെ കടിഞ്ഞാണിട്ട് ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. അതും ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാത്രം, ഒരു തരി നെഗറ്റീവ് ചിന്ത വരാതെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് ആ ഒരു ഫീല് കൊടുത്താൽ ഡെഫിനറ്റ്ലി അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ് 17 സെക്കൻഡ്സ് റൂൾ എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു ദിവസം എത്ര നേരം ചെയ്യാം, എത്ര ദിവസം ചെയ്യണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണ്ട. ഇത് എത്ര വേണേ ചെയ്യാം, ഇതിന്റെ റിസൾട്ട് കിട്ടുന്നവരെ നമുക്ക് ചെയ്യാം. ഒരു ദിവസം എത്ര തവണ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ദിവസങ്ങളോളം നമുക്കിത് ചെയ്യാം, എപ്പോ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കാവുള്ളൂ, അത്രയും സമയം ആ ഒരൊറ്റ ആഗ്രഹത്തെ മാത്രമേ നമ്മൾ നോക്കിക്കാണാവുള്ളൂ, അതേക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവുള്ളൂ. ചിന്തിക്കുമ്പോഴും അതിന്റെ പോസിറ്റീവ് അല്ലാതെ ലെവലേശം അതിന്റെ ഒരു നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഇപ്പൊ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച് വാഹനത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് നമ്മൾ അതിൽ നടത്തുന്ന യാത്രാ കാര്യങ്ങൾ വരുമ്പോ അത് ഏതെങ്കിലും ആയിട്ട് എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് വരണതോ, അവിടെ എവിടെയും പോയി തട്ടുന്നതോ മുട്ടുന്നതോ അങ്ങനെ, അല്ലെങ്കിൽ അതിന് കുറച്ച് പണികൾ വരുന്നതോ, ഇതിനെ കുറിച്ചൊന്നും മനസ്സ് പോകാൻ പാടില്ല. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന എന്താഗ്രഹവും നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 17 സെക്കൻഡ്സ് റൂള് അപ്ലൈ ചെയ്യാം. പിന്നെ തുടക്കക്കാർക്കൊന്നും അത് ഫസ്റ്റ് ടൈം ചെയ്ത് കഴിയുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ഒരു ചിന്ത ഒന്ന് മാറിപ്പോയി എന്നിരിക്കട്ടെ. കാരണം ഞാൻ പറഞ്ഞു, ചിന്തകളെ കടിഞ്ഞാണിടുക എന്ന് പറയുന്നത് നല്ല പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ തുടക്കത്തിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ആ ഒരു ഫീല് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു ചിന്തയൊന്ന് മാറിപ്പോയി എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടീസ് മേക്സ് മെൻ പെർഫെക്റ്റ് എന്നല്ലേ പറയുക. നമ്മൾ എന്ത് കാര്യവും ത്രൂ പ്രാക്ടീസ്, അതിലൂടെ മാത്രമാണ് നമ്മൾ പഠിക്കുകയും പെർഫെക്റ്റ് ആക്കുകയും ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുക, വീണ്ടും അത് അങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ അതിൽ മാസ്റ്റർ ആയി തീരുന്ന ഒരു ടെക്നിക്കാണ് 17 സെക്കൻഡ്സ് റൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിലൊക്കെ കുറഞ്ഞ എനർജിയുള്ള ഒത്തിരി ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉള്ള കാര്യങ്ങളല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക, അത് നേടിയെടുക്കുക, അതിനുശേഷം അതിന്റെ വലിയ കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പൊ എന്താണ് 17 സെക്കൻഡ്സ് റൂൾ എന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മുടെ മനുഷ്യ ശരീരത്തില് ഉള്ള എനർജിയെ ഒരേ ഒരു കാര്യത്തിലേക്ക്, ഒരു പ്രത്യേക ബിന്ദുവിലേക്ക്, ഒരു പോയിന്റിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആ എനർജി എല്ലാം ആ ഒരു ആഗ്രഹത്തിലേക്ക് വരും. എനർജി എല്ലാം ആ ഒരൊറ്റ ആഗ്രഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ എനർജി നേരെ പ്രപഞ്ചത്തിലേക്ക് ചെന്ന് അതിന് മാച്ച് ആയിട്ടുള്ള തരംഗങ്ങളെ, എനർജികളെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് തരും. ഇതാണ് 17 സെക്കൻഡ്സ് റൂളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഏറെക്കുറെ സംശയങ്ങൾ ഇനി അതിനകത്ത് വരാൻ ചാൻസ് ഇല്ല. കാരണം എത്ര തവണ ചെയ്യണം എന്നുള്ളതിന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വരുന്ന ഒരു സംശയം ചിലപ്പോൾ ഇതായിരിക്കാം, ഒരു തവണ ഒരാഗ്രഹത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ, ഒരു തവണ ഒരാഗ്രഹത്തിന് മാത്രം. കാരണം ഇല്ലെങ്കിൽ മനസ്സിന് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ നമ്മൾ ഇന്ന് 17 സെക്കൻഡ്സ് റൂളില് ഞാനിപ്പോ എന്തെങ്കിലും ഒരു വിവാഹത്തെ കുറിച്ച് ഉള്ള കാര്യമാണ് പറയുന്നത് എങ്കിൽ നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കാര്യം ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ജോലിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരാഗ്രഹം പറയുക, അത് നേടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം 17 സെക്കൻഡ്സ് റൂളിൽ അടുത്തൊരാഗ്രഹം നിങ്ങൾ കൊടുക്കുക.
കാരണം ആ ആഗ്രഹം നേടുന്നവരെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് എനിക്ക് വേണ്ടത്, ഇതാണ് ഇപ്പൊ എനിക്ക് നേടേണ്ടത്, ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോഗ്രാമിംഗ് ആയി അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വേറൊരെണ്ണം കുറച്ച് കഴിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളോട് അങ്ങനെയല്ല. ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു, അത് പകുതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ജോലി ചെയ്യാൻ പറഞ്ഞു, മൊത്തം നമുക്ക് കൺഫ്യൂഷൻ ആകും. അപ്പോൾ ഒരെണ്ണം തീർത്തതിന് ശേഷം അടുത്തതിലേക്ക് പോവാം. അപ്പൊ അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോ അതിനകത്ത് പ്രത്യേകിച്ച് സംശയം വരാനൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷൻ അവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇതിന്റെ കാര്യം വേറെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മള് ഈ ചിന്തകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്ന സമയം തുടങ്ങി രാത്രി ഉറങ്ങുന്ന വരെയുള്ള സമയത്ത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ടിവിയില് സീരിയലായിട്ട് ആണ്, അതായത് നമ്മളല്ലായിരിക്കും കാണുന്ന, വീട്ടിലുള്ള മറ്റാളുകൾ ചിലപ്പോൾ സീരിയൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതിലൂടെ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് ആണെങ്കിൽ പോലും സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല. അതെല്ലാം ക്യാച്ച് ചെയ്ത് അതിന് ഫിൽട്ടർ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ പാവത്തിന്. അത് എന്ത് കിട്ടണോ അത് അങ്ങനെ എടുത്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെ ഫിൽട്ടർ ചെയ്യിക്കേണ്ടത് നമ്മളാ. എങ്ങനെയാ? വേണ്ടാത്തതിനെ റിമൂവ് ചെയ്ത് വേണ്ടതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് അഫർമേഷൻ കൊടുത്ത് സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് നമ്മളാ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കാര്യത്തിൽ ചെയ്യേണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാളത്തെ വീഡിയോയിൽ ഞാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ ദിവസം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്കും കൺഫ്യൂഷൻ ആണ് മാം. കാരണം ഇതിൽ ഏത് ചെയ്യണം? ഒരു ദിവസം ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എത്ര മണിക്കൂർ ഉണ്ടെങ്കിലാ? ഒന്നുമില്ല. അപ്പൊ ഇതെല്ലാം ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ല, ചെയ്തിട്ടുണ്ട്, ഓരോന്നും പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ട ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഓരോ ദിവസം ഓരോ ടെക്നിക്കുകളെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം ഞങ്ങളുടെ വക. അപ്പൊ നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ കാണാം. താങ്ക്